പ്രിയമുള്ളവരെ, വചനജ്വാല 1787 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 23 വ്യാഴാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ചുവരെഴുത്ത്. ബൽഷാസർ രാജാവ് തന്റെ പ്രഭുക്കന്മാരിൽ 1000 പേർക്ക് ഒരു വിരുന്ന് നൽകുകയും അവരോടൊപ്പം വീഞ്ഞു കുടിക്കുകയും ചെയ്തു. വീഞ്ഞു കുടിച്ച് മതിച്ചപ്പോൾ രാജാവായ താനും തന്റെ പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും വീഞ്ഞു കുടിക്കേണ്ടതിന് തന്റെ പിതാവായ നബുക്കദ്നേസർ ജെറൂസലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണവും വെള്ളിയും കൊണ്ടുള്ള പാത്രങ്ങൾ കൊണ്ടുവരാൻ അവൻ കൽപ്പിച്ചു. ജെറൂസലേമിലെ ദേവാലയത്തിൽ നിന്ന് അപഹരിച്ചു കൊണ്ടുവന്ന സ്വർണം, വെള്ളി പാത്രങ്ങൾ കൊണ്ടുവന്നു. രാജാവും പ്രഭുക്കന്മാരും ഭാര്യമാരും ഉപനാരികളും അവയിൽ നിന്ന് കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ചതിന് ശേഷം സ്വർണവും വെള്ളിയും ഓടും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. പെട്ടെന്ന് ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പ്രത്യക്ഷപ്പെട്ട് ദീപപീഠത്തിന് നേരെ രാജകൊട്ടാരത്തിന്റെ മിനുത്ത ഭിത്തിയിൽ എന്തോ എഴുതിക്കൊണ്ടിരുന്ന കൈപ്പത്തി രാജാവ് കണ്ടു. രാജാവ് വിവർണനായി. അവൻ ചിന്താധീനനായി കൈകാലുകൾ കുഴയുകയും കാൽമുട്ടുകൾ കൂട്ടിയിടിക്കുകയും ചെയ്തു. ആഭിചാരകരെയും കൽദായരെയും ജ്യോത്സ്യന്മാരെയും വരുത്താൻ അവൻ വിളിച്ചു പറഞ്ഞു. രാജാവ് ബാബിലോണിലെ ജ്ഞാനികളോട് പറഞ്ഞു, ഈ എഴുത്ത് വായിച്ച് വ്യാഖ്യാനിച്ചു തരുന്നവനെ ധൂമ്രവസ്ത്രം ധരിപ്പിച്ച് കഴുത്തിൽ പൊന്മാല ചാർത്തി രാജ്യത്തിന്റെ 3-ാം ഭരണാധികാരി ആക്കുന്നതാണ്. രാജാവിന്റെ ജ്ഞാനികളെല്ലാം എത്തിയെങ്കിലും അവർക്കാർക്കും എഴുത്തു വായിക്കാനോ അത് വ്യാഖ്യാനിക്കാനോ കഴിഞ്ഞില്ല. അപ്പോൾ ബൽഷാസർ രാജാവ് അത്യന്തം അസ്വസ്ഥനായി. അവൻ വിവർണനായി. അവന്റെ പ്രഭുക്കന്മാരും പരിഭ്രാന്തരായി. രാജാവിന്റെയും പ്രഭുക്കന്മാരുടെയും സംസാരം കേട്ട് രാജ്ഞി വിരുന്നുശാലയിലെത്തി. അവൾ പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. നിന്റെ വിചാരങ്ങൾ നിന്നെ അസ്വസ്ഥനാക്കുകയോ വിവർണനാക്കുകയോ ചെയ്യാതിരിക്കട്ടെ. നിന്റെ രാജ്യത്ത് വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ള ഒരുവനുണ്ട്. നിന്റെ പിതാവിന്റെ കാലത്ത് ദേവന്മാരുടേതുപോലെ തെളിഞ്ഞ ജ്ഞാനവും അറിവും അവനിൽ കാണപ്പെട്ടിരുന്നു. അസാധാരണ ബുദ്ധിയും വിജ്ഞാനവും സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാനും ഗൂഢാർത്ഥ വാക്യങ്ങൾ വിശദീകരിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും വേണ്ട അറിവും താൻ ബെൽത്തേഷാസർ എന്ന് വിളിച്ചിരുന്ന ദാനിയേൽ എന്നവയിൽ ഉണ്ടെന്ന് കണ്ട് അങ്ങയുടെ പിതാവ് നബുക്കദ്നേസർ രാജാവ് അവനെ മന്ത്രവാദികളുടെയും ആഭിചാരന്മാരുടെയും കൽദായരുടെയും ജ്യോത്സ്യരുടെയും തലവനാക്കിയിരുന്നു. ഇപ്പോൾ ദാനിയേലിനെ വിളിക്കുക, അവൻ വ്യാഖ്യാനം അറിയിക്കും. ദാനിയേലിനെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. രാജാവ് ദാനിയേലിനോട് ചോദിച്ചു, രാജാവായ എന്റെ പിതാവ് യൂദയായിൽ നിന്നും കൊണ്ടുവന്ന യഹൂദ പ്രവാസികളിൽ ഒരുവനായ ദാനിയേൽ നീ തന്നെയാണല്ലോ. വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുണ്ടെന്നും തെളിഞ്ഞ ബുദ്ധിയും ജ്ഞാനവും നിനക്കുണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ എഴുത്ത് വായിച്ച് അതിന്റെ അർത്ഥം പറയുന്നതിന് വേണ്ടി ജ്ഞാനികളുടെയും ആഭിചാരന്മാരെയും എന്റെ മുൻപിൽ കൊണ്ടുവന്നു. പക്ഷേ അവർക്കാർക്കും അത് വിശദീകരിക്കുവാൻ സാധിച്ചില്ല. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്.
പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ജനിച്ച ഉടനെ അമ്മ മരിച്ചതുകൊണ്ട് അമ്മായിയാണ് ഈ കുട്ടിയെ വളർത്തിയത്. 3 വയസ്സുവരെ സംസാരിച്ചില്ല. ആദ്യം ഉച്ചരിച്ചത് ദൈവസ്തുതികളായിരുന്നു. 10-ാം വയസ്സിൽ പീഡാനുഭവത്തെപ്പറ്റി അവൾ ഒരു പ്രഭാഷണം ശ്രവിച്ചു. അതേ രാത്രി ക്രൂശിതന്റെ ഒരു ദർശനവും ഉണ്ടാവുകയും ചെയ്തു. എൻ്റെ മകളെ, എന്നെ നോക്കൂ എന്നൊരു സ്വരമുണ്ടായി. ഈ ദർശനം രാജകുമാരിയുടെ മനസ്സിൽ ഒരു ധ്യാന വിഷയമായി. 16-ാം വയസ്സിൽ ഉൾഫുഡ് രാജകുമാരനെ വിവാഹം ചെയ്തു. 8 മക്കളുണ്ടായ ശേഷം പൂർണ്ണ വിരക്തി പാലിക്കുമെന്ന് ഇരുവരും പ്രതിജ്ഞ ചെയ്തു. ഇവർ ദരിദ്രർക്കായി ഒരു ആശുപത്രി പണിതു. ഒരു തീർത്ഥയാത്രയുടെ മടക്കത്തിൽ ഉൾഫ രാജകുമാരകൻ രോഗിയാവുകയും മരിക്കുകയും ചെയ്തു. ഭർത്താവിൻ്റെ മരണശേഷം സ്വത്തുക്കൾ മക്കൾക്ക് ഭാഗിച്ചു കൊടുത്ത് ഒരു വെള്ള വസ്ത്രം ധരിച്ച് വെള്ളവും അപ്പവും പ്രായശ്ചിത്ത പ്രവർത്തനവും ചെയ്ത് പുതിയ മഠങ്ങൾ സ്ഥാപിച്ച് ദിവസവും കൂദാശ സ്വീകരിച്ച് കർത്താവിൻ്റെ പീഡാസഹനത്തോട് ചേർന്ന് ജീവിച്ചു. 70-ാം വയസ്സിൽ ചാക്കു വസ്ത്രം ധരിച്ച് അന്ത്യകൂദാശ സ്വീകരിച്ചതിന് ശേഷം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്ന് നാം സ്വീഡനിലെ വിശുദ്ധ ബ്രിജിറ്റിനെ അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.